ഇതിനൊക്കെ എങ്ങനെ പരിഹാരം കാണുമെന്ന് എനിക്ക് അറിയില്ല. ഒന്നിനു പിറകെ ഒന്നായി വന്നോണ്ടിരിക്കുക പ്രശ്നങ്ങള്. ഇനിയും എന്തൊക്കെയോ വരാനുണ്ടെന്ന് തോന്നുന്നു. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല അമ്മു. എന്തെങ്കിലും ഒരു വഴി അവസാന നിമിഷം ദൈവം കാണിച്ചു തരും ചേച്ചി. നമ്മളെ ദൈവം കൈവിടില്ല. നീ നിന്റെ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. കാര്യങ്ങൾ അത്രയ്ക്ക് സങ്കീർണോ. കോടികൾ മറിഞ്ഞാൽ മാത്രമേ സൊല്യൂഷൻ ഉള്ളൂ. ഇന്നലെ വരെ കമ്പനിയോട് കൂറു പുലർത്തി പോന്ന തൊഴിലാളികള് ഒറ്റക്കെട്ടായി തിരിഞ്ഞു. ശമ്പള കുടിശ്ശിക വന്ന അവരെ ആർക്ക് വേണമെങ്കിലും നമ്മളെ തല്ലാനുള്ള വടിയാക്കി മാറ്റാം. അത് ചെയ്തോണ്ടിരിക്കുന്നത് ദക്ഷ. യൂണിയൻ നേതാവൊക്കെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടി മുളച്ചതല്ലേ. അയാളെ ആ സ്ത്രീ കൊണ്ടുവന്നതാ. കമ്പനി നന്നായി പോയ സമയത്ത് അങ്ങനെ ആരെയും കണ്ടില്ലല്ലോ. എന്താ ചേച്ചി ഇത്രയും ബാധ്യത വരാൻ കാരണം? നിനക്കറിയാവുന്നതേ എനിക്കും അറിയൂ. സഞ്ജുവായിട്ട് തെറ്റായ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടല്ല ഈ പ്രശ്നം ഉണ്ടായത്. കുറച്ച് ഉത്തരവാദിത്വ ഇല്ലായ്മ ഉണ്ടായി. അത് പലരും മുതലാക്കി. കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് കവിത ഇളയുമ്പോ നല്ലൊരു കളി കളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ തിരിച്ചടി വരാൻ അതും ഒരു കാരണമാണ്. ഈ ബാങ്ക് നടപടി ഒന്ന് മരവിപ്പിച്ചാ കേറി വരാവുന്നതേ ഉള്ളൂ. ഒരു വീഴ്ച വന്നു പോയാ പിന്നെ തുടരെ വീണു പോവും. അതിനിട കൊടുക്കരുത്. തൊഴിലാളി പ്രശ്നങ്ങളും ഒന്ന് തീർത്താ മതിയായിരുന്നു. എന്നാ ബാങ്ക് നടപടി മരവിപ്പിക്കാനാവും. ബാങ്കിന്റെ ബാധ്യത തീർക്കാതെ ഒന്നും നടക്കില്ല. പുറമേ നിന്ന് കാണുന്ന പോലെ അല്ല ഓരോ ബിസിനസ്സും. പണം ബാങ്കിന്റേതാ. ഇതിന്റെ കൂടെ ശത്രുക്കളും. യൂണിയൻ നേതാവ് ദക്ഷയിൽ നിന്ന് ലക്ഷങ്ങളാ കൈപ്പറ്റിയിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ചേച്ചി അച്ഛനോട് ഇതേപ്പറ്റിയൊന്നും പറഞ്ഞില്ലേ? ഞാൻ പറയാനൊന്നും പോയില്ല. 1 കോടിയോ മറ്റോ ആയിരുന്നെങ്കിൽ അച്ഛൻ വിചാരിച്ച നടന്നേനെ. ഇതെങ്ങനെയാ? ഞാൻ എന്തായാലും അച്ഛനൊന്ന് വിളിച്ചു നോക്കട്ടെ ചേച്ചി. എന്താമോ? അച്ഛൻ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞോ? നീ ടെൻഷനാക്കാതെ കാര്യം പറ മോളെ. മൈ ഗോഡ്, ഇത്രയൊക്കെ ആയിട്ടും സഞ്ജു ഇതാരോടും ഷെയർ ചെയ്തില്ലേ? സ്ട്രൈക്ക് വരാൻ കാത്തിരുന്നു. സമരം വരുമെന്ന് പ്രതീക്ഷിച്ചതല്ല അച്ഛാ. കുറെ കാലമായി കമ്പനി തന്നെ അവൻ കൈവിട്ട നിലയിലാണല്ലോ. എതിർ ഗ്രൂപ്പ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. അതെ അച്ഛാ, എന്തെങ്കിലും ഒരു പരിഹാരം അച്ഛനൊന്ന് കണ്ടെത്തി തരണം. തൊഴിലാളി സമരം ഒത്തുതീർപ്പാക്കിയിട്ടും കാര്യമില്ല. ശമ്പളം കൂട്ടാതെ അവർ പണിക്ക് കയറില്ല. ബാങ്കുകളും വിശ്വാസം നഷ്ടപ്പെട്ട നിലയിലാണ് നിൽക്കുന്നത്. ഇത്രയൊക്കെ ആയിട്ടും അവനോ ശ്രീകുട്ടിക്കോ എന്നോടൊരു വാക്ക് പറയാൻ തോന്നിയില്ല. അച്ഛന്റെ മനസ്സ് വേദനിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കും. ഇത് എത്ര കാലം മൂടി വെക്കാൻ പറ്റുമെന്നാ? മോള് ഫോൺ വെച്ചോ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛനാ യൂണിയൻ നേതാവിനെ കണ്ടൊന്ന് സംസാരിക്കണം. അയാളെ ഏറ്റവും വലിയ കുഴപ്പം. മോളെ, ഞാൻ അയാളെ കൂടി വിളിച്ചേക്കാം. മോള് ഫോൺ വെച്ചോ. ശരി അച്ഛാ. സഞ്ജു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല സ്വാതി. എല്ലാം കലങ്ങി തെളിഞ്ഞ്
ജീവിതം ഒന്ന് കരപറ്റിയെന്ന് ആശ്വസിച്ച് വരികയായിരുന്നു. അപ്പോഴാ പ്രതീക്ഷിക്കാതെയുള്ള ഈ പ്രശ്നങ്ങൾ. ബാങ്കുകാർ പറയുന്നത് പോലെയുള്ള ബാധ്യതകളൊക്കെ നമുക്കുണ്ടോ? ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചതല്ല. കവിത അപ്പച്ചി MD ആയിരുന്ന സമയത്തെ ബാധ്യതകളാ ഇപ്പൊ കുഴപ്പത്തിലാക്കിയിരിക്കുന്ന. ആ സമയം കമ്പനിയുടെ നിയന്ത്രണം മുഴുവൻ അവരുടെ കയ്യിലായിരുന്നു. ഞാനിത് ഏറ്റെടുത്തിട്ട് 2 വർഷമല്ലാവുന്നുള്ളൂ. ഓഡിറ്റിൽ ഞാൻ ഈ കണക്കുകളൊക്കെ കണ്ടതാ. ലോൺ എടുത്തെങ്കിൽ ആ പണമൊക്കെ എവിടെ പോയി? അതേപ്പറ്റി അന്വേഷിച്ചില്ലേ? അമ്മ പറയുന്നത് ശരിയാണല്ലോ. ഗോഡൌണിന്റെ പേരിൽ 2 ബാങ്കുകളിൽ നിന്ന് 6 കോടി രൂപ ലോൺ എടുത്തിരിക്കുന്ന. മുൻപ് സച്ചിയുടെ സീ ഫുഡിന്റെ ബിസിനസ് തുടങ്ങാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തത് ആ പ്രോപ്പർട്ടി കണ്ടിട്ടാ. പക്ഷേ അത് ഗുണം ചെയ്യില്ലെന്ന് പറഞ്ഞ് സച്ചി അതിൽ നിന്ന് പിന്മാറിയപ്പോഴാ ഭൂമിയുടെ പേരിൽ നടന്ന തട്ടിപ്പ് മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ ആ പണം ചെറിയമ്മയുടെ പക്കലുണ്ടാവില്ലേ? എന്താ സംശയം? അതുമല്ല ബിനാമിയുടെ പേരിലാവും. ശരിക്കും ആ സ്ത്രീ ഇപ്പോഴാ നമ്മളെ കുടുക്കിയിരിക്കുന്ന. ബാങ്ക് കടുത്ത നടപടിയുമായി മുന്നോട്ട് പോയാ കണ്ടു നിൽക്കാനേ നമുക്ക് കഴിയൂ. ഈ വീട്ടിൽ ജനിക്കേണ്ട കുഞ്ഞ് വല്ല വാടക വീട്ടിലും പിറക്കേണ്ടി വരും. അങ്ങനൊരവസ്ഥ എന്തായാലും നമ്മുടെ കുഞ്ഞിനുണ്ടാവില്ല സഞ്ജു. നീ ഉദ്ദേശിക്കുന്നത് നിന്റെ വീടാണെന്ന് എനിക്കറിയാം. എല്ലാം നശിപ്പിച്ച് കുടുംബം കുളം തോണ്ടിട്ട് എനിക്ക് ആ വീട്ടിൽ വന്ന് നിൽക്കാനാവില്ല. നീ എന്നെ അതിന് പ്രതീക്ഷിക്കുകയും വേണ്ട. മുത്തശ്ശനെയും കൊണ്ട് നീ അങ്ങോട്ട് പോയാൽ മതി. ഞാനും അമ്മയും മറ്റൊരു കൊച്ചു വാടക വീട് നോക്കി പോവാ. എന്റെ ദൈവമേ, നിങ്ങളെല്ലാം മനസ്സിൽ കണ്ടിട്ടാണോ പറയുന്നത്? അങ്ങനെയൊന്നും പറയരുത്. സംഭവിക്കാൻ പോകുന്ന സത്യങ്ങൾക്ക് നേരെ കണ്ണടച്ചിട്ടിന് കാര്യമില്ലമ്മോ. ഒരു കൊടുങ്കാറ്റ് മംഗലശ്ശേരി വീടിനെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു കഴിഞ്ഞു. അത് തടയാൻ ഇനി നമുക്ക് കഴിയില്ല. എനിക്കുള്ളതെല്ലാം എഴുതി വിറ്റിട്ടാണെങ്കിലും നമ്മൾ മുഴുവൻ ബാധ്യതകളും തീർക്കും. സഞ്ജു, തളർന്നു പോവാതിരുന്നാൽ മാത്രം മതി. അത് കൈപ്പറ്റാനുള്ള യോഗ്യത എനിക്കില്ല. ആരുടെ ഒരു സഹായവും ഞാൻ സ്വീകരിക്കില്ല. ഇനി അടുത്ത വരവ് ആരുടേതാണെന്തോ. ഒരാൾ വീണു എന്നറിയുമ്പോഴാ ചവിട്ടാൻ 1000 കാലുകൾ വരുന്ന. ഞാൻ പോലും അറിയാത്ത ബാധ്യതകളാ ഇപ്പൊ എന്റെ തലയിൽ വന്ന് വീഴുന്ന. അച്ഛനായിരുന്നോ? അമ്മ വിളിച്ചു പറഞ്ഞ വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. എന്താ മോനെ നീ എന്നോട് ഇത് പറയാതിരുന്നത്? തൊഴിലാളികളെ ഇളക്കി പണിമുടക്ക് തുടങ്ങിയപ്പോഴാങ്ങളെ പ്രശ്നങ്ങൾ പെട്ടെന്ന് വഷളായത്. വിവരം അപ്പൊ തന്നെ ബാങ്കുകളിൽ എത്തിക്കാണും. അവരൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാ. ഈ പണിമുടക്കൊന്ന് ഒഴിവാക്കി കിട്ടാൻ പറ്റുമോ? എങ്കില് ബാക്കി കാര്യങ്ങൾക്ക് ഒരു സാവകാശം ആവശ്യപ്പെടാം. അത് നീ വിചാരിച്ചാലേ നടക്കൂ. അത് നിന്റെ കൂടെ നിന്ന് തൊഴിലാളികളല്ലേ. അതൊക്കെ സത്യങ്ങളെ. എന്നാലിപ്പോ അവര് പഴയ ആളുകളല്ല. നീ എന്റെ കൂടെ ഒന്ന് വാ. നമുക്ക് പ്രധാനപ്പെട്ട ചിലരെ നേരിട്ടൊന്ന് കാണാം. അച്ഛാ, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഇതിന് പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നത് ദക്ഷയാ. അത് നിനക്കെങ്ങനെ മനസ്സിലായി? എനിക്ക് സംശയം തോന്നി ഞാൻ അവരെ കാണാൻ പോയതാ. അപ്പൊ അവിടെ യൂണിയൻ നേതാവ് ഉണ്ടായിരുന്നു. ദക്ഷ പണം ഇറക്കിയിട്ടുള്ള കരുനീക്കം നടത്തുന്ന. നീ ആ യൂണിയൻ നേതാവിനെ ഒന്ന് വിളിക്കും. അയാളുടെ നമ്പർ എന്റെ കയ്യിലില്ല. എന്താ അയാളുടെ പേര്? ദിനകരനെന്നോ മറ്റോ ആണ്. ഞാനൊന്ന് അന്വേഷിക്കട്ടെ.
ദേവി, അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്റെ ഹൃദയം തകർത്ത് കളഞ്ഞു. അമ്മയും കൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന്. ഞാനിതെങ്ങനെ സഹിക്കും ദേവി? ലച്ചു എവിടെയുണ്ടോ അവിടെ ഭാഗ്യമുണ്ടെന്നൊക്കെ പറയുന്നത് അസത്യമായിട്ട് തീരുകയാണോ? പെരുവണ്ണാപുരത്തുള്ളവരൊക്കെ അങ്ങനെ പറഞ്ഞതില് സത്യമില്ലേ? ഈ ആപത്തിന്ന് അദ്ദേഹത്തെയും കുടുംബത്തെയും ദേവി രക്ഷിക്കണേ. മംഗലശ്ശേരി വീട് അന്യാധീനപ്പെട്ടു പോവാതെ കാത്തു സൂക്ഷിക്കണേ. ഈ വീട്ടിലുള്ളവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്ന അതെന്റെ മരണത്തിന് തുല്യ. പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. ദേ ആള് വന്നു. ആ, ഇരിക്കൂ. ഇരിക്കാനൊന്നും എനിക്ക് സമയമില്ല. എന്താ ഇപ്പൊ വിളിപ്പിച്ച കാര്യം അത് പറയൂ. കമ്പനി സുഖമായി പ്രവർത്തിക്കുക എന്നുള്ളത് അത് നടത്തുന്നവരുടെയും അതിനേക്കാൾ ഉപരി അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെയും ആവശ്യമാണ്. ഇങ്ങനെ പെട്ടെന്നൊരു സ്ട്രൈക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ന്യായമായ കാര്യമല്ല. നിങ്ങൾ മുതലാളിമാരല്ല അത് തീരുമാനിക്കേണ്ടത്, തൊഴിലാളികളാ തീരുമാനിക്കേണ്ടത്. ഞാൻ ശമ്പള കുടിശ്ശിക തീർത്തു തരാന്ന് ഉറപ്പ് തന്നല്ലേ? തീർത്തു തന്നിട്ടില്ലല്ലോ. തന്നിട്ട് അതേപ്പറ്റി സംസാരിച്ചാൽ മതി. ഞങ്ങളുടെ കമ്പനിയിൽ ഇതുവരെ ഇങ്ങനെ സാലറി പെൻഡിങ് ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നുപോയി. ഇതാദ്യമായിട്ടാ ഇങ്ങനൊരു വീഴ്ച പറ്റിയേ. നിങ്ങളുടെ കമ്പനിയിലെ തൊഴിലാളികളും ഇതുവരെ ഈ കമ്പനിക്കെതിരെ സമരം ചെയ്തിട്ടില്ലല്ലോ. ഈ സമരവും ആദ്യമായിട്ടാ. ഇതിനെ ഒരു സൊല്യൂഷൻ വേണ്ടേ? കമ്പനി ഇങ്ങനെ അടഞ്ഞു കിടന്നാൽ മതിയോ? എങ്ങനെ തുറന്ന് പ്രവർത്തിക്കണമെന്ന കാര്യം തീരുമാനിക്കേണ്ടത് നിങ്ങളാ. അവിടെ സ്റ്റാഫുകൾക്കും തുടർന്ന് ജോലി വേണ്ടേ? സ്റ്റാഫുകൾക്ക് ജോലി നഷ്ടപ്പെട്ടാൽ അപ്പോൾ വിവരം അറിയും. കമ്പനി തുറന്ന് പ്രവർത്തിച്ചാലല്ലേ സ്റ്റാഫുകൾക്ക് ജോലി ഉണ്ടാവും. നിങ്ങളത് മനസ്സിലാക്കണം. ആദ്യം ശമ്പള കുടിശ്ശിക തീർക്ക്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അപ്പം സംസാരിക്കാം. ശമ്പള കുടിശ്ശിക തീർത്താ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ തീരുവോ? ആ, അത് നോക്കാം. നോക്കാന്ന് പറഞ്ഞാ പറ്റില്ല. സാലറി പെൻഡിംഗ് എല്ലാം തീർത്ത് കിട്ടിയ സ്റ്റാഫ് എല്ലാം പഴയതുപോലെ ജോലിക്ക് കയറുമോ? ആദ്യം അത് പറയേ. അത് പിന്നെ ശമ്പള കുടിശ്ശിക തന്നെയാണല്ലോ നിങ്ങളുടെ പ്രശ്നം. അത് തീർത്തു കഴിഞ്ഞാ പിന്നെന്താ എല്ലാവർക്കും ജോലിക്ക് കയറാൻ പറ്റാത്തെ? അത് പറയേ.
ശരി, എന്നാ നോക്കാം. നോക്കാന്നല്ല, ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടണം. ഓക്കെ. ഒരു മിനിറ്റേ. ഹലോ മാഡം, എന്താ വിളിച്ചേ? മീറ്റിംഗ് എന്തായി? എന്ത് മീറ്റിംഗ്? നിങ്ങളിപ്പോ മംഗലശ്ശേരിയിലല്ലേ നിൽക്കുന്നേ? അതെ. അത് മാഡം എങ്ങനെ? എങ്ങനെ അറിഞ്ഞു എന്നല്ലേ? ഞാൻ അറിയും. അതാണല്ലോ എന്റെ ജോലി. ആ, ഇതെന്റെ ആവശ്യമായി പോയില്ലേ? അപ്പൊ ഇങ്ങനെ പല സോഴ്സും ഞാൻ ഉപയോഗിക്കുന്നു കൂട്ടിക്കും. എന്താ അവരുടെ ഡിമാൻഡ്? അത് മാഡം, ഇപ്പൊ ശമ്പള കുടിശ്ശിക തീർത്തു തരാം, എല്ലാവരോടും ജോലിയിൽ കയറാനാണ് അവരാവശ്യപ്പെടുന്നത്. എന്നിട്ട് സമ്മതിച്ചോ? ആ, സമ്മതിച്ചു. അതാണല്ലോ സ്റ്റാഫിന്റെ ഡിമാൻഡ്. എന്താ മാഡം, എന്താ ഒന്നും പറയാത്തത്? അപ്പോ താൻ വലിയ നേതാവാണെന്ന് പറയുന്നത് വെറുതെ ആണല്ലേ? ഇത്ര പെട്ടെന്ന് കോംപ്രമൈസ് ആയോ? മാഡം, ഞങ്ങൾ വെച്ച ഡിമാൻഡ് കമ്പനിയുടെ ഭാഗത്തുനിന്നും അംഗീകരിച്ചു. അപ്പോ പിന്നെ ഞങ്ങൾക്ക് തൊഴിലല്ലേ പ്രധാനം? നേതാവേ, ഇത്ര പെട്ടെന്ന് ഈ ഡിമാൻഡ് എല്ലാം അംഗീകരിച്ച നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? എന്റെ തൊഴിലാളികൾക്ക് ശമ്പളവും കിട്ടും, ജോലിയും കിട്ടും. അല്ലാതെന്താ? അതൊക്കെ നിങ്ങൾക്ക് പേഴ്സണലായി എന്താ ബെനിഫിറ്റ്? അത് ഒന്നുമില്ല അല്ലേ? അത് മാഡം, ഈ ഡിമാൻഡ് അംഗീകരിക്കാതെ സമരം തുടർന്നാൽ നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് വലിയൊരു തുകയാ. ഇനി സമരം നടത്തി ആ കമ്പനി പൂട്ടിച്ചാൽ, എന്നേക്കുമായി പൂട്ടിച്ചാൽ, നിങ്ങൾക്ക് ഞാൻ അതിലും വലിയൊരു ഓഫർ തരും. അപ്പോ ഓക്കെ ആണല്ലോ? ലക്ഷങ്ങൾ വേണോ അതോ തൊഴിലാളി സ്നേഹം വേണോ? അതൊന്ന് ആലോചിക്ക്. അത് മാഡം, പറയേ. ഞാൻ എങ്ങനെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോവാം? ഗുഡ്, നല്ല തീരുമാനം. മാഡം പറഞ്ഞ ആ തുക ഉറപ്പാണല്ലോ? ദക്ഷ ഒരു വാക്ക് പറഞ്ഞാൽ അതിന് മാറ്റം ഉണ്ടാവില്ല. ഓക്കെ. എന്നാൽ മംഗലശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പൂട്ടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. മതി, നല്ല തീരുമാനം. ആ, എന്നാ കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ. ഓക്കെ മാഡം, ഞാൻ വേണ്ടത് ചെയ്തോളാം. താങ്ക് യു. മംഗലശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനി ഒടുവിൽ എന്റെ പേര്. അച്ഛാ, എല്ലാം ഓക്കെ ആവുമല്ലോ അല്ലേ? ഓക്കെ ആണല്ലോ, അങ്ങനല്ലേ നേതാവ് പറഞ്ഞത്. മോള് ടെൻഷൻ ആവണ്ട. അപ്പോ നമ്മൾ തീരുമാനിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോവാല്ലേ? തൽക്കാലം ശമ്പള കുടിശ്ശിക തീർക്കാനുള്ള കാശ് ഞാൻ അറേഞ്ച് ചെയ്യാം. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവർക്കും ശമ്പളം സെറ്റിൽ ചെയ്യാം. മറ്റന്നാ കമ്പനി റീസ്റ്റാർട്ട് ചെയ്യാം. എന്താ ഒന്നും പറയാത്തത്? ഞാൻ പുറത്ത് തൊഴിലാളികളിൽ ചിലരുമായി ഫോണിൽ ഇക്കാര്യം ചർച്ച ചെയ്യുകയായിരുന്നു. അവർക്കാർക്കും ഈ തീരുമാനത്തോട് യോജിപ്പില്ല. പലരും ശമ്പള വർധനവ് വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുക. അതാ ഇപ്പോൾ പ്രശ്നം.
ഈ ഒരു അവസ്ഥയിൽ ശമ്പള വർധനവോ അതെങ്ങനെ സാധിക്കും? സാധിക്കാത്ത എന്താ? നിങ്ങൾ അതിനൊക്കെ എന്തെങ്കിലും സോഴ്സ് കണ്ടെത്തണം. എന്തായാലും ഉടനെ തന്നെ ശമ്പള വർധനവ് വേണ്ടിവരും. സമരം ഇവിടെ കൊണ്ടൊന്നും തീരില്ല. തൊഴിലാളികൾ പല നാളുകളായി പല പല ആവശ്യങ്ങളും ഉന്നയിക്കുകയാണ്. മാനേജ്മെന്റ് നിഷേധാത്മകമായ നിലപാടാണ് തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് നേരെ എടുത്തിട്ടുള്ളത്. എല്ലാറ്റിനും പരിഹാരം കണ്ടാലേ സമരം അവസാനിപ്പിക്കുകയുള്ളൂ. അപ്പോ ചർച്ച ഇവിടെ അവസാനിച്ചു. സമരം തുടരും. ഞാനൊന്ന് ഇറങ്ങുക. അല്ല, അത് കൂടുതൽ സംസാരത്തിന് താല്പര്യമില്ല. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ കമ്പനി ഞാൻ പൂട്ടിക്കും.